നമ്മളൊരു യാത്ര ഇറങ്ങിയതിന്റെ ഉദ്ദേശമൊക്കെ അറിയാലോ. എന്താ പേര്? എന്റെ പേര് ഉസ്മാര്. ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. ഈ ആലത്തൂരും പരിസര പ്രദേശങ്ങളിൽ എന്താ സ്ഥിതി അവസ്ഥ? ഭയങ്കര മോശമാണ്. ലഹരി ലഹരി കൊണ്ടാണ്. ഏതൊക്കെ ലഹരിയാ ഇവിടെ ഏറ്റവും വലിയ? കഞ്ചാവ്, MDM, സ്കൂൾ പരിസരത്തെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാം തടയണ്ടേ? തടയാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴുത്തിന്മേ തലയുണ്ടായില്ല ഞങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാല്. അതെങ്ങനെയാണ്? കാരണം ഉന്നതന്മാരാണ് തലയിരിക്കുന്നത്. പക്ഷെ അതിന് പിന്നിൽ നടന്നു കഴിഞ്ഞാൽ തലയുണ്ടായില്ല എന്ന് മാത്രം. ഇല്ലല്ല, ഒരിക്കലും ഭയപ്പെടാനുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനകത്ത്? കേരളത്തിലെ എല്ലാ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും വേണ്ടി സാറിന് ഒരു ഹായ് പറയാം. ഓ, സന്തോഷം. താങ്ക് യു. ഹായ്. ഹലോ, നമസ്കാരം. അന്ന് കണ്ടതും പോണമെന്നുണ്ട്. ഞാൻ നേരത്തെ ഏറ്റ കുറെ പരിപാടികളുണ്ട്. പക്ഷെ ഈ ക്യാമ്പയിൻ ആയതുകൊണ്ട് നിർബന്ധം. തീർച്ചയായിട്ടും MLA പങ്കെടുത്തില്ലേ, പിന്നെ ഇതിൽ ആരാ പങ്കെടുക്കുക? ലഹരിക്കെതിരെ. പ്രസിഡന്റ്, വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ അങ്ങ് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം കൂടെ പറഞ്ഞു പോകും. അല്ല, ഇത് അതിഗംഭീരമായ ഒരു ക്യാമ്പയിനാണ്. കേരളീയ സമൂഹത്തിൽ പ്രായവ്യത്യാസമില്ലാതെ, മറ്റൊരു ഭേദവുമില്ലാതെ, ജാതി മതഭേദമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കേണ്ട ഒരു മഹത്തായ ക്യാമ്പയിനാണ്. കേരളത്തിൽ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന ഇതാണ്. ഇതിനെ മറികടക്കുക, ഇതിനെ അതിജീവിക്കുക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമാണ്. അതിന് താങ്കളുടെ ഈ ശ്രമവും ഏറെ ഗുണകരമാവും. എല്ലാ ആശംസകളും. അപ്പൊ അങ്ങയുടെ തിരക്കിലേക്ക് ഇറങ്ങിക്കോളൂ. അപ്പൊ നമ്മുടെ CI ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനല്ലേ ആലത്തൂർ? അതെ സാർ. അതിന്റെ വാർത്തയൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അന്ന് അങ്ങയുടെ ചിത്രമൊക്കെ ഞാൻ നോക്കിയിരുന്നു. എന്താണ് ഈ പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത? എന്തായാലും കാണണം സാർ. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. ഇത് ആലത്തൂർ പോലീസിന്റെ ജോലി കൂടുതലാണെന്ന് പുറത്തുള്ളവർ പറയും ചെയ്യും. ആണ് സാർ, ആണ് ഞങ്ങളുടെ ഒരു സ്നേഹം സാർ. തീർച്ചയായിട്ടും സാർ. സന്തോഷം. നിങ്ങൾ ഒരുപാട് പണിയെടുക്കുന്ന അറിയുന്നു. അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ അത്ര എളുപ്പമല്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ മാത്രം നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഒരു ഘട്ടഘട്ടമായി പടിപടിയായി ഏത് രീതിയിൽ ലഹരിയെ അടക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കുകയാണ്. MLAക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു. ലക്ഷ്മി കാണാം. നമ്മൾ മോചിപ്പിക്കുന്നു. രാവിലെ മുതൽ ലൈവിലായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ആലത്തൂർ സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാടുണ്ടോ? നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ആമുഖമായിട്ട് പറയാം. നിങ്ങൾ ഇത്ര ഓഫീസേഴ്സൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലിപ്പം ഒരു അസാധാരണ സാഹചര്യമാണ്. ഇങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഇതൊരു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ കോവിഡ് വന്ന പോലെ വേറൊരു പുതിയ സാഹചര്യം. അപ്പൊ നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരമമായ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക. കാര്യം ഒരു ഇടപെടലും ഉണ്ടാകത്തില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം, ക്യാമ്പസിലേക്ക് കടന്നു വരാം. അപ്പൊ ഇത് നിങ്ങൾ കുറച്ചു കാലം നിൽക്കൂ. അപ്പൊ ഈ യൂണിഫോമിന്റെ ഒരു അഭിമാനം എന്താണെന്ന് നിങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാര്യം ഈ ചേട്ടന്മാരെ കേരളം കടന്നു വരുന്ന ഈ ആൾക്കാരെ നമുക്ക് നേരെയാക്കാൻ പറ്റിയ സമയം ഒരു 90 ദിവസത്തിനുള്ളിൽ നിൽക്കില്ല. അപ്പൊ 90 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾ പണി പറ്റിച്ചോണം. എന്തായാലും 24 ചാനൽ സാറിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു. അതുപോലെ ഈ ഒരു ക്യാമ്പയിൻ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് സാർ. എന്തായാലും പാലക്കാട് പോലീസ് ഇതിനെ ശക്തമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ ഈ ക്യാമ്പയിൻ അതിശക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പിൻബലം തീർച്ചയായിട്ടും ഇതിനുണ്ട്. നമ്മളൊരു ലൈവായിട്ടൊരു അഭിമുഖം മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല. അപ്പോൾ അതിനുശേഷം പൊതുവെ ഇങ്ങനെയുള്ള കേസിൽ വിളിച്ചു പറയാൻ ആൾക്കാർക്ക് പേടിയാണല്ലോ. ഇപ്പൊ തന്നെ ഒരു വ്യവസായി ചേട്ടൻ പറഞ്ഞത് കഴുത്തെ തല കാണത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഈ തല കുറെ കാലമായിട്ട് കഴുത്തെ ഇരിക്കില്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് മാറിയിട്ട് ഇപ്പൊ ആളുകൾ, അമ്മമാരൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. പല പോലീസ് സ്റ്റേഷന്റെയും അടുത്തൂടെ ഒക്കെ പോയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതാ പറയുന്നത്. ഇവിടെ അങ്ങനെ വിളിച്ചു പറയാനൊക്കെ ധൈര്യമുണ്ടോ? എന്തിനാ ഒരു അധൈര്യപ്പെടണം എന്നുകൂടി അങ്ങ് പറയണം. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട് സാർ. ഇപ്പോൾ നേരിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിക്കാം. ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവി അജിത് സാർ IPS, അതുപോലെ ആലത്തൂർ DYSP മുരളീധരൻ സാർ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നാർക്കോട്ടിക് സെൽ DYSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം തന്നെയുണ്ട്. ഈ ടീമിനെ അതിന് പ്രത്യേക വാട്സാപ്പ് നമ്പർ ഉണ്ട്. അതുപോലെ ഇതിന്റെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഇൻഫർമേഷനിലും കോൺടാക്ട് ചെയ്യാം. അതിൽ യാതൊരു പേടിയും ഭയക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. തല കാണത്തില്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് സാർ. ഇപ്പോൾ കുട്ടികൾ തരുന്നുണ്ട്, അമ്മമാര് തരുന്നുണ്ട്, വീട്ടമ്മമാര് തരുന്നുണ്ട്. എല്ലാ തുറകളിൽ നിന്നും ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് സാർ.
അപ്പോൾ അതിനുള്ള ശക്തമായ നടപടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേഷൻ അഭിനന്ദനങ്ങൾ. താങ്കൾക്കും താങ്കളുടെ സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളൊക്കെ ഹാപ്പിയാണെന്ന് തീർച്ചയായും ഹാപ്പിയാണ്. ഓക്കെ, ഇങ്ങനൊരു അഭിമാനകരമായ മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷം. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ, ഈ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് പണിയെടുക്കാൻ പറ്റിയത് സന്തോഷം. താങ്ക് യു സാർ. അത് ഒരാളെ വിടരുത്. വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ കുട്ടികളോട് ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ MDMA അഡിക്റ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് അത് ഒരു ക്ലാസ് വന്നോ? ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ സാർ, ഇപ്പോ നമ്മൾ സെൻസിറ്റൈസ് ചെയ്യേണ്ടത് സാധാരണ ഇതുവരെ ഞങ്ങൾ ചെയ്തിരുന്നത് കോളേജ് ലെവലിലും അതുപോലെ +1 +2 അങ്ങനെയുള്ള ലെവലാണ്. പക്ഷേ ഏറ്റവും ഒരു ഭയാനകരമായിട്ടുള്ള റിയലൈസേഷൻ വരുന്നത് ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 4ാം ക്ലാസ്സിലെ കുട്ടിയെ അടക്കം അവരേത് ലഹരി ഉപയോഗിക്കുന്നത്? ഈ ഏറ്റവും MDMA തന്നെ ആ ലെവലിലുള്ളത് വരെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ ഹൈബ്രിഡ് കഞ്ചാവിന്റെ സാധ്യത ഇവിടെ ഉണ്ടോ? ഹൈബ്രിഡ് കഞ്ചാവ് അങ്ങനെ ഞങ്ങൾക്ക് വന്നിട്ടില്ല സാർ. പക്ഷെ അത് തള്ളിക്കളയാൻ പറ്റില്ല. MDMA അപകടകാരിയാണ് ഈ സാധനം എന്ന് പറയുന്നത്, ഹൈബ്രിഡ് കഞ്ചാവ്. അതെ അതെ. അപ്പൊ നമ്മൾ ഇതിനുള്ള 4ാം ക്ലാസ്സുകാരെന്നുള്ള അങ്ങ് എന്റെ റെക്കോർഡ് തിരുത്തി. ഞാനിത് 7ാം ക്ലാസ് വരെ നിന്നുള്ളായിരുന്നു. അതുകൂടി വേണം സാർ നമുക്ക്. അപ്പൊ ഏറ്റവും താഴെത്തട്ടിൽ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളല്ലേ? അതെ. അതുപോലെ തന്നെ LKG മുതൽ തുടങ്ങുന്ന പറയുന്നത്. ഞാനിപ്പോ ഇദ്ദേഹത്തോട് പറയുന്നത് മിഠായി, ഈ ചെറിയ ഇപ്പൊ ഈ കൂട് പോലുള്ള ചില മിഠായി ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടു. ആ മിഠായിയുടെ വിതരണം ആലത്തൂരിൽ നടക്കുന്നുണ്ടോ? ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല സാർ. പക്ഷേ ഈ കൂണ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ 24 hours കണ്ണു തുറന്നിരിക്കാം. ഉണ്ട് സാർ. ഞങ്ങൾ അതിശക്തം, എന്നാലേ മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റൂ. അതെ അതെ. ഇവിടുത്തെ നാട്ടുകാരുണ്ട്, എല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്ന ആളുകൾ തന്നെ. അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ല സാർ. അപ്പൊ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ സഹകരണം വേണ്ടത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണ്. അതുണ്ട്. അത് കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. പേടിച്ചു നിൽക്കാൻ ഇവിടെ ഒരു കാര്യമില്ല. അത് ചെയ്യരുത്. അതിന് ഞങ്ങൾ പറയാൻ തുടങ്ങി. വീര് ഒരുപാട് തവണ മരിക്കും, ധൈര്യവാൻ ഒരു തവണ മാത്രം, അല്ലേ? ആഷ്മി അതിലാ വിശ്വസിച്ചു സാർ. അതെ. അപ്പൊ അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എടുക്കപ്പെട്ട ഈ സ്റ്റേഷന് ഇവിടെ ഒരു ഇതായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അങ്ങേക്ക് ഒരു ഇതിന്റെ മോഹവില പറഞ്ഞാൽ അങ്ങ് ഞെട്ടും. 500 കോടി എന്റെ മോഹവില. ഒറിജിനൽ വില 350 രൂപ. അപ്പൊ ഒരാൾ കൂടെ നമുക്കിത് കൊടുക്കാം. അങ്ങനെ തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൊടുക്കണമെന്നാണ്. വരൂ വനിതാ പോലീസുകാരി വേഗം വരും, നിങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. വരൂ. മാം, നിങ്ങൾ രണ്ടുപേരുടെ ഓക്കെ. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം രണ്ടുപേർക്ക് ഓരോന്നും കൊടുക്കാം. അല്ലെ നമ്മുടെ ഇപ്പൊ അതിനകത്ത് എങ്ങനെ വീതം വയ്ക്കും എന്നുള്ളൊരു പ്രശ്നം. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. ഉണ്ടല്ലേ? അപ്പൊ ആ ചേച്ചിക്ക് ഒരെണ്ണം കൊടുക്കാമല്ലോ. വരൂ. ചേച്ചി എന്താ ചെയ്യുന്നത് ഇവിടെ? ഓക്കെ, ചേച്ചിയുടെ പണി നന്നായിട്ട്. എന്റെ പേര് സന്തോഷം. അപ്പൊ നമുക്കല്ലേ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. അപ്പൊ താങ്ക് യു. നിങ്ങളുടെ ഒരിക്കൽ കൂടി നാടിന്റെ അഭിമാനമായി നിങ്ങൾ തുടരുക. ഓക്കെ, താങ്ക് യു. നിങ്ങളില്ല, കാരണം നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് പറ്റൂ, ഞങ്ങൾക്ക് പറയാനേ പറ്റൂ. അപ്പൊ അതാണ് നമ്മളിവിടെ വരാൻ കാരണം. ഓക്കെ, താങ്ക് യു. അല്ല, ഇത് നമ്മൾ ഏപ്രിൽ 20 കോഴിക്കോട് അവസാനിപ്പിക്കും. അപ്പൊ നമ്മൾ ഇതിനൊരു അവസാനം, ഇതൊരു അൾട്ടിമേറ്റ് വാറായിട്ട് നമ്മൾ കാണുന്നു. നമ്മളിനി തിരിഞ്ഞു നോക്കുന്നില്ല. ഓക്കെ, ബൈ. അതെ, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. ഓക്കെ, ഹലോ, സന്തോഷം. ചേട്ടാ, കഴിഞ്ഞ തലയുടെ പറഞ്ഞു. വ്യാപാരി വ്യവസായ ആലത്തൂർ യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. അപ്പോ ഞങ്ങളുടെ വക ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കാൻ മുന്നോട്ട് വന്ന ചാനലുകാർക്കുള്ള ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഓക്കെ. താങ്ക് യു. സന്തോഷം. ഇതേതാ അരുത് അക്രമം, അരുത് ലഹരി. ഓക്കെ, ആഷ്മി കണ്ടല്ലോ അല്ലേ? ഓക്കെ. പ്രസിഡന്റ് എന്ത്? പ്രസിഡന്റ് വന്നോളൂ. പ്രസിഡന്റ് എവിടെ ഞാൻ ആലോചിക്കായിരുന്നു അല്ലേ? മുസ്തഫ ബി ആലത്തൂർ. ഞാൻ ഈ ലഹരി വിരുദ്ധയ്ക്ക് ഞങ്ങൾ ടൗണിന്റെ പല ഭാഗത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ആലത്തൂർ ബിസിനസ് ക്ലബിന്റെ കയ്യില്. സുഖമല്ലേ ആലത്തൂരൊക്കെ? മക്കളെ എങ്ങനെയാ? നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാനല്ലേ? എന്താ പേര് മോളുടെ? ലഹരി ഉപേക്ഷിക്കൂ, മനുഷ്യനായി ജീവിക്കൂ, അല്ലേ? ലഹരി ഉപേക്ഷിക്കൂ, മനുഷ്യനായി ജീവിക്കൂ. അങ്ങനെയല്ലേ എല്ലാരും ഒന്നിച്ചെന്ന് പറഞ്ഞേ? ലഹരി ഉപേക്ഷിക്കൂ, മനുഷ്യനായി ജീവിക്കൂ. അത് തന്നെ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ തന്നെ. ഓക്കെ മോളെ, മിടുക്കി എല്ലാരും. അപ്പൊ ഈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആലത്തൂരിലെ കുട്ടികളാണ്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ മാത്രമല്ല ജിടെക് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് നമ്മളോട് സഹകരിക്കും. 2 വർഷമായിട്ട് ഒരു ആനിടെക് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ജിടെക്കിലെ കുട്ടികളാണ് ആലത്തൂർ. അയ്യോ, അത് നിങ്ങൾ പറയണ്ടായിരുന്നോ? ജിടെക്
റെഡി. ഓക്കെ, അപ്പോ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നമ്മളുമായിട്ട് നമ്മുടെ ഈ യാത്രയിൽ സഹായിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അവരിൽ ഒരാളാണ് അവര്. മോളെ എന്താ പേര് മോളെ? ഭയങ്കര ഇഷ്ടമാണ് സാറിന്. മോളുടെ പേരെന്താ? ദിയ. ആ ഹലോ. ഓ സന്തോഷം. അങ്ങേ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കും സാർ. ആലത്തൂര് എങ്ങനെയാ സ്ഥിതി? കുറച്ച് മോശമാണെന്ന് പറയുന്നു. സാർ, ആലത്തൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഇതില്ല. പക്ഷേ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉള്ളതിന്റെ കേസുകൾ നമ്മൾ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികൾ വളരെ ശക്തമായി നടത്തുന്നുണ്ട്. അപ്പോ എൻഫോഴ്സ്മെന്റ് കർക്കശമാണോ ഇവിടെ? കർശനമാണ് സാറേ. കഴിഞ്ഞ ഈ മാസം തന്നെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ തന്നെ 110 കിലോ കഞ്ചാവും അതുപോലെ തന്നെ 20 ഗ്രാമോളം മറ്റ് രാസലഹരികളും കണ്ടെത്തി 75ഓളം പേരുടെ പേരിൽ NDPS കേസ് എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം പാലക്കാട് ജില്ലയിൽ തന്നെ. ഇത് കൂടാതെ വിമുക്തി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പല പരിപാടികളും നമ്മൾ നടത്തി വരുന്നുണ്ട്. വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് ഉണർവെന്ന ഒരു പദ്ധതി, കുട്ടികൾക്കിടയിലുള്ള കലാപരവും കായികപരവുമായുള്ള കാര്യങ്ങളെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണർവെന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് വിമുക്തിയുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ കോളേജ് തലങ്ങളിൽ ജനപ്രതിനിധികൾ, അതുപോലെ എക്സൈസ് ഉദ്യോഗസ്ഥർ, അതുപോലെ എൻഫോഴ്സ്മെന്റ് സമയമാണല്ലോ. അപ്പൊ ഇതിനിപ്പോ ഈ ആലത്തൂർ ഏരിയയിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് അങ്ങയുടെ ദൃഷ്ടി? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യം ജനങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ധൈര്യമൊക്കെ വന്നു. ആൾക്കാർ വിളിച്ചു പറയുന്നു. CA തന്നെ പറയായിരുന്നു, ആൾക്കാർ വിളിച്ചു പറയുന്ന എണ്ണം കൂടിയിട്ടുണ്ടെന്ന്. അതായത് ഈ 24 ഈ പ്രോഗ്രാം ഇതൊരു തീർച്ചയായിട്ടും അവയറായി കഴിഞ്ഞു ആൾക്കാർ. മാത്രമല്ല ആൾക്കാർ വിചാരിച്ചെന്നറിയോ, പണ്ടൊരു ബീഡി വലിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കേസായതെന്ന്. ഇപ്പോഴാ മനസ്സിലായ ഈ അകാലത്തിൽ ക്രിയ കൂടി പോകുന്നുള്ളത്. അപ്പൊ നമ്മൾ പച്ചയായിട്ട് പറയുന്നുണ്ട്, ഒരു 7 കൊല്ലം കഴിയുമ്പോൾ കാഞ്ഞു പോകുന്നുള്ളത്. MDMA ഒക്കെ കഴിച്ചാലേ. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇറങ്ങിയല്ലോ. അല്ല, ഇതൊരു അതിർത്തിയുടെ പ്രദേശമായതുകൊണ്ട് അപ്പൊ കുറച്ചുകൂടെ അപകടകരമാണല്ലോ. അപ്പൊ നിങ്ങളുടെ എടുക്കുന്ന പ്രിക്കോഷൻ എന്താണ്? ഒന്ന് സാർ, അതിർത്തി പ്രദേശങ്ങളിൽ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടാതെ ഒരു മൊബൈൽ സ്ക്വാഡ് എന്ന ഒരു സംവിധാനം എക്സൈസ് വകുപ്പ് ഇവിടെ പാലക്കാട് ജില്ലയിലുണ്ട്. അത് 24 അവേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കാര്യം നിങ്ങളിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ മുഴുവനും. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ മാത്രമേ പറ്റൂ. കാര്യം നിങ്ങളുടെ കയ്യിരിക്കുക എൻഫോഴ്സ്മെന്റ്. മാത്രമല്ല നിങ്ങൾക്കിപ്പോ ഒരു ലൈസൻസ് പോലെയാ. നിങ്ങൾ എവിടെ ചെന്ന് കയറില്ല ആരും ചോദിക്കത്തില്ല ഇപ്പൊ. അത്രയും സാധാരണഗതി ആളുകൾ ചോദിക്കേ, മനുഷ്യാവകാശമൊക്കെ പറയില്ലേ, ഇപ്പൊ കുറച്ചു കാലത്തേക്ക് അതൊക്കെ റദ്ദീകരിക്കുക. ആൾക്കാർ ചോദിക്കുന്നില്ല. അപ്പൊ കാരണം ഈയിടയ്ക്ക് ക്യാമ്പസുകളിലൊക്കെ പ്രിൻസിപ്പലിന്റെ അനുമതി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിനെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾക്കിടെ ഒരു പ്രതീക്ഷ എന്തറിയോ, കേരളത്തിലെ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിശക്തമാണ്. അപ്പൊ നിങ്ങൾ മനസ്സ് വെച്ചാൽ, ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ നമ്മൾ ഡീൽ ചെയ്യും. തീർച്ചയായിട്ടും സാർ. എന്താ അറിയോ, ആത്മവിശ്വാസം നമുക്ക് ഈ ലഹരിയെ വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പും അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റും ജനങ്ങൾ ചേർന്ന് ഒരുമിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഇപ്പൊ അതിന് പറ്റിയൊരു കാലാവസ്ഥയാ. കരുത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, താങ്ക് യു, വെൽ ഡൺ. ഓക്കെ, താങ്ക് യു, ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? ശരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊരു പ്രവർത്തനം ഉണ്ടോ? നമ്മളിപ്പോ അതിനായിട്ട് ഇറങ്ങിയതാ. തീർച്ചയായും ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടാൻ കഴിയുന്നത് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് തന്നെയാണ്. അപ്പൊ അത് കൂടുതൽ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ആശയം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏതെങ്കിലും സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പുകൾ മാത്രം വിചാരിച്ചാൽ കഴിയുന്നതല്ല ഈ ഒരു പ്രവർത്തനം. അപ്പൊ അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ ഉള്ളൊരു പരമാവധി ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നടത്തുന്നുണ്ട്. അവിടുത്തെ പ്രദേശത്തുള്ള ക്ലബ്ബുകളും വായനശാല അത്തരത്തിലുള്ള എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് നിൽക്കുന്നുണ്ട്. തീർച്ചയായും യുവാക്കള് എന്ന നിലയ്ക്ക് കാവല് നിൽക്കുന്ന ഒരു പ്രവർത്തനം നടക്കും. ഇപ്പൊ 40 നിങ്ങളെപ്പോലെ നേതാക്കന്മാർക്ക് പറ്റിയ പരിപാടി നമ്മൾ ഇറങ്ങിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ലേ. പാലക്കാട് വെയിൽ കൊള്ളുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ഉണ്ട്. പാലക്കാടുകാരെ സംബന്ധിച്ച് ചൂടിനൊരു പ്രശ്നമല്ല. ജനങ്ങളുടെ മനസ്സിന് ചൂടാ. അതുകൊണ്ട് ആൾക്കാർക്ക് ചൂടൊരു വിഷയമല്ല. അതിൽ അമ്മമാരെയൊക്കെ നമുക്ക് ഇത്രയും ജീവിക്കാൻ പാടില്ല അമ്മമാര് അല്ലേ സാർ? ഇപ്പോ ഈ ഇതിന് ശേഷം, അതായത് ഇത് യൂസ് ചെയ്ത ആളുകൾക്ക് അവരെ നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട്. അത് ഇവര് ചെന്ന് പെട്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ വേണമെന്നെങ്കിൽ ഈ ഇത്രയും അതെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്.
അത്ര എളുപ്പമല്ല. അതെ, തീരെ എളുപ്പമല്ല. നമ്മള് ചായക്കട കയറി ഇറങ്ങുന്നതല്ല. അതെ ഈ പരിപാടി. അതെ അതെ, പോയാ പോയി അല്ലേ? പോയി കഴിഞ്ഞു. അപ്പൊ അത് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷം അല്ലേ? വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രക്ഷേപണം വന്നത്. ഹാഷ്മി, നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ? കൃഷ്ണ, പറയായിരുന്നു അടിത്തട്ടിൽ എത്രത്തോളം വ്യാപകമാണെന്നും അതിനെ ചെറുക്കാൻ ഈ പോലീസുകാർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നും പറയായിരുന്നു. അപ്പൊ ആ പോലീസ് അല്ലെ, പോലീസുകാർക്ക് ഇത് ഉറക്കം വരാത്ത രാത്രികളാണ്. മാത്രമല്ല നിന്ദിരാവിഹീനമായ രാവുകൾ ഈ പോലീസ് സ്റ്റേഷൻ നമ്മൾ നേരുന്നു. ഇവർ ഉറങ്ങാതിരിക്കണം, ജനങ്ങൾ ഉറങ്ങണം അല്ലേ? പലപ്പോഴും പോലീസുകാരെ നമ്മൾ പോലീസുകാരെ നമ്മൾ ചീത്ത വിളിക്കും. പക്ഷെ എന്നാലും കാര്യം വരുമ്പോ അവര് കട്ടയ്ക്ക് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട്. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ കീ, ആലത്തൂർ പോലീസ് സ്റ്റേഷൻ കീ, ആലത്തൂർ പോലീസ് സ്റ്റേഷൻ കീ. ഞങ്ങളെ കൊണ്ട് തിരിച്ചു വിളിപ്പിക്കരുത് അല്ലേ? ഓക്കെ.